അപ്പം ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ നമ്മൾ ഓണത്തിലേക്കുള്ള ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനൊരു പരീക്ഷണമല്ല, ഞാനിന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയതാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് അതിലേക്കുള്ള സാധനങ്ങളാണ് 4 നേന്ത്രപ്പഴം, പിന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, പിന്നെ തേങ്ങ നാളികേരം വറുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വറുത്ത് വെച്ചതാണ് കേട്ടോ. അത് ഇത്ര മതി, 4 പഴത്തിനുള്ളതല്ലേ ഉള്ളൂ. പിന്നെ ഇത് 1-ാം പാലാണ് കേട്ടോ, 1-ാം പാല്. പിന്നെ ഇത് 2-ാം പാല്. ഒരു 3 തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പഴം ഇതാണുള്ളത്. ഇനി നമുക്ക് അടുത്തത് കാണിക്കാം പഴം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് മറന്നു കേട്ടോ, ജീരകപ്പൊടിയാണേ. നമ്മളിതിൽ വേറെ ചുക്കും ഇതൊന്നും ഇടുന്നില്ല, ഏലക്കൊന്നും ഇടുന്നില്ല, ജീരകം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇപ്പം നമ്മൾ 4 പഴം എടുത്തിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് ഇതുപോലെ തന്നെ കുക്കറിലേക്ക് വയ്ക്കുക. 4 എണ്ണം കേട്ടോ എടുത്തത്. പഴം അത്ര വലിയ പഴമൊന്നുമല്ല, ഇത് നാടൻ പഴം കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. 4 എണ്ണം പോരെ മോളെ? മതിയാവൂലേ? 4 എണ്ണം പോരണമെങ്കിൽ ഒന്നുകൂടി എടുക്കണം. 4 എണ്ണത്തിൽ ഉണ്ടാക്കി നോക്കാം. 4 എണ്ണം എടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ നെകക്ക വെള്ളം കേട്ടോ, ഈ പഴം ഒന്ന് വെന്ത് കിട്ടാൻ മാത്രമുള്ള വെള്ളം ഇങ്ങോട്ട് കാണിക്ക്. ഇതിനകത്തേക്ക് കാണിച്ചെടുത്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു 2 വിസിലടിക്കാനുള്ളതേ ഉള്ളേ. അതടിച്ച് കഴിഞ്ഞാൽ നമുക്കത് നിർത്താം. ഓക്കെ, അപ്പോൾ നമ്മളത് അടുപ്പത്തേക്ക് വെക്കുകയാണ്. അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 വിസിൽ വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അതാ നമ്മളെ പഴം വെന്ത് വെള്ളമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ, വെന്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് തണുക്കണം. ഇത് തണുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് തണുത്തിട്ട് നമുക്ക് വേണം മിക്സിയിലിട്ട് അടിക്കാൻ. തണുക്കട്ടെ. തണുപ്പായിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് എന്നാൽ വേഗം തണുത്ത് കിട്ടുമല്ലോ. നല്ല ചൂടുണ്ട്. ഒരു വെള്ളമൊന്നും കൂട്ടണ്ട. ഒരു നമ്മളെ 2-ാം പാല് പിഴിഞ്ഞ് വെച്ചതില്ലേ, അതൊരിത്തിരി കൂട്ടിയിട്ട് അടിച്ചാൽ മതി കേട്ടോ. വേറെ പച്ചവെള്ളമൊന്നും കൂട്ടരുതേ. ഒരിത്തിരി 2-ാം പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത് നന്നായിട്ട് അരഞ്ഞിട്ടാൻ വേണ്ടിയിട്ട്. മതിയാവും, മതി. പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടുണ്ട്. ഇതേ സാധനമേ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ടേ. ഇപ്പോൾ ഇത് ഈ ചെറിയ കട്ട ഉണ്ടല്ലേ, ഇതിൻ്റെ പഴത്തിൻ്റെ ഉള്ളിലെ ആ കറുത്ത ഇതാണ് കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ പിന്നെ കീറിയിട്ട് അതെടുത്ത് കളയാൻ വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മളെ ചട്ടി ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക്
1 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടോ ഞാനിത്. 1 സ്പൂൺ നെയ്യ്. നമുക്കിതൊന്ന് ചട്ടിയിലെല്ലാ വശത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. അപ്പം ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോണ ഈ നെയ്യ് ചൂടായി അതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുക കേട്ടോ. അപ്പം ഞാൻ തീ ഒന്ന് കുറയ്ക്കട്ടെ. ശർക്കരപ്പാനി നമ്മളാകെ 4 പഴമല്ലേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് അത്ര കുറച്ചാക്കിയത്. 4 പഴത്തിൻ്റെ അല്ലേ ഉള്ളൂ. ഇനി ഇത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുകി വരണം കേട്ടോ. നന്നായിട്ട് കുറുകി വന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ അകത്തേക്ക് പഴം ഒഴിച്ചിടാനേ. നമ്മൾ പഴം അടിച്ചു വെച്ചില്ലേ, അത് ഇതിൻ്റെ അകത്തേക്ക് ഇടണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകട്ടെ. നന്നായിട്ട് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പച്ചച്ചോയ ഉണ്ടാവും. നന്നായിട്ടൊന്ന് കുറുകിക്കോട്ടെ. ഇത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് വേഗം കഴിയും കേട്ടോ. നമുക്ക് ഓണത്തിന് അധികം ഉണ്ടാക്കാം. ഓണമൊന്നും ആഘോഷിക്കുന്നൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും ഒരു മധുരമൊക്കെ ഉണ്ടാക്കണമല്ലോ നമ്മളെ. പായസം ഇല്ലാതെ നമുക്ക് പറ്റൂല. പായസം, അതെ. ഞാനിതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ എന്താ പറയുക, ഒരു നെഞ്ചുവേദനയൊക്കെ വന്ന് കുറച്ച് ദിവസം ഒരു 2 ദിവസം അല്ലേ, 2 ദിവസം കിടന്നമ്മോ, 2 ദിവസം കിടന്നു. എല്ലാവരും ഇന്ന് പേടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത്. അതുകൊണ്ട് എനിക്കൊരു ഇത്തിരി ആക്കക്കുറവൊക്കെ ഉണ്ട്, സൗണ്ടൊക്കെ ഒരു ചെറിയൊരു. അപ്പം ഞാനിതൊന്ന് നേരത്തെ കാണിച്ചേക്കാന്ന് വിചാരിച്ചു. നോക്കട്ടെ. കുറുകുന്നുണ്ട് ഇനി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരച്ചു വെച്ച പഴം ഇടുകയാണ് കേട്ടോ. അയ്യോ, കുറച്ചവിടെ വീണായി. നമ്മൾ പഴം അരച്ചു വെച്ചില്ലേ, ഇതിനകത്ത് ചെറിയ കഷ്ണമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല രസമാണ്, ഇടയ്ക്കൊന്ന് കഴിക്കുമ്പോൾ ഒരു രസമല്ലേ. ഇതിൻ്റെ അകത്ത് ആ പഴത്തിൻ്റെ കുരു കളയാത്തതുകൊണ്ടൊരു കറുത്ത ഇതൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല, വെന്ത് പോകുമ്പോൾ പഴുപ്പ് വെക്കോളും. ഇന്നിവിടെ ഞാൻ ഒന്നാമതൊന്ന് പ്രത്യേകിച്ച് പായസം ഉണ്ടാക്കാൻ കാരണം ഇന്ന് എൻ്റെ മക്കളെല്ലാവരും ഉണ്ട് ഇവിടെ. മോനുണ്ട്, മോളുണ്ട്, എല്ലാവരും മരുമോളും എല്ലാവരും ഉണ്ട്. അപ്പം ഇന്ന് ഒരു ലീവല്ലേ, അപ്പം ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് എല്ലാവർക്കും കുടിക്കാമല്ലോ. മറ്റേത് ഞങ്ങൾ പായസം ഉണ്ടാക്കിയാൽ ഞാനും ആദരമോളും മാത്രമേ ഉണ്ടാവുള്ളൂ കുടിക്കാൻ, വേറെ ആരും ഉണ്ടാവില്ല. പിന്നെ അനിയന്മാരോ അനിയത്തിമാർക്കൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ. നമ്മൾ എല്ലാവരും വന്നാലൊക്കെ എല്ലാവർക്കും കൊടുക്കലുണ്ട്. നമ്മൾ നമുക്കായിട്ടുണ്ടാക്കുമ്പോഴേ കുറച്ചല്ലേ ഉണ്ടാക്കലുള്ളൂ. അപ്പം ഇനി ഇതിങ്ങനെ ഇളക്കി 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 ഇതിൻ്റെ ഈ കട്ടയൊക്കെ നമുക്ക് ഉടയ്ക്കണം. ഇനി നമ്മളിതിനകത്ത് ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ടേ. അപ്പം നമ്മളിതിനകത്തേക്ക് 2ാം പാൽ ഒഴിക്കുകയാണ് കേട്ടോ. 2ാം പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇത് തിളക്കണം. 2ാം പാൽ കുറച്ചുകൂടി ഉണ്ട് മോളെ.
കുറച്ചുകൂടി പാലുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു 3 തേങ്ങയുടെ പാലാണ്. അപ്പൊ അതൊരു 1.5 കപ്പ് പിന്നെ തേങ്ങ രണ്ടാം പാല് 2 കപ്പിന്റെ അടുത്ത് തേങ്ങാപ്പാല് രണ്ടാം പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നാം പാല് നമ്മൾ കുറച്ചല്ലേ കിട്ടുള്ളൂ, കുറഞ്ഞ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ പിഴിഞ്ഞതാണ്, അല്ലാതെ കിട്ടുന്നില്ല ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ട്. അപ്പം അങ്ങനെയാണ് ഉണ്ടാവും. ഇതൊരു ഒന്നാം പാൽ എത്ര ഗ്ലാസ്സാ? ഒന്നാം പാലോ? ഒന്നാം പാൽ അങ്ങനെയില്ല, ഒന്നാം പാല് 4. ഇത് ഒന്നാം പാലൊരു 3/4 കപ്പൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ അധികം വെള്ളം ചേർക്കാണ്ട് എടുക്കുന്നല്ലേ. വെള്ളം ചേർക്കാണ്ടെന്ന് പറഞ്ഞാല് ഒന്നാം പാൽ ഒരു 3/4 കപ്പും രണ്ടാം പാൽ ഒരു 2 കപ്പ് 2 കപ്പിന്റെ അടുത്തൊക്കെ ഉണ്ടാവും. ഇത് ഈ പൊന്തി കിടക്കുന്ന നമ്മളെ പഴത്തിന്റെ കഷ്ണങ്ങളാണ് കേട്ടോ. അതിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു കടിക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താ വെച്ചാൽ നമ്മൾ അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, എന്താ തേങ്ങ നമ്മൾ വറുത്ത് വെച്ചാണ്ടില്ലേ, അത് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ജീരകപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. നമുക്ക് ഏലക്കപ്പൊടി അങ്ങനത്തെ ചുക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട, ജീരകപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ അകത്ത്. ഇതുപോലെ അത്രയും വേണ്ട, അത് മുഴുവൻ വേണ്ട, ഇത്ര മതി, ഇത്തിരി മതി, മതി കേട്ടേ. അപ്പോൾ ഇതിനകത്ത് ഒരു നുള്ളു നമ്മളെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കേട്ടോ. പിന്നെ ഈ ചില പഴത്തിനൊക്കെ ചെറിയൊരു പുളിപ്പുള്ള പഴം ഉണ്ടാവും. അപ്പം അത് കണ്ടിട്ട് വേണം ഇടാൻ കേട്ടോ. നമ്മളെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഏകദേശം പായസം റെഡിയായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതാ നമ്മൾ പായസം ഇറക്കാനായി. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച്, ഒന്നാം പാൽ ഇതാ കണ്ടോ. നമ്മളിതിന് ഒരു 500 ശർക്കരയാണ് കേട്ടോ എടുത്തത്. 4 പഴത്തിന് 500 ശർക്കര, 3 തേങ്ങ. ഓക്കെ, ഇനി നമ്മളെ തേങ്ങാക്കൊത്ത് ഇടുകയാണേ. വിശക്കുന്നുണ്ടോ പായസത്തിനോ? പിന്നെ നമ്മുടെ ജീരകപ്പൊടി, ജീരകം പൊടിച്ചത് കേട്ടോ. വേറൊന്നും ഇടലില്ല, ഇനി വേണ്ടത് ഇടാട്ടോ. അങ്ങനെ നമ്മുടെ പായസം, ഓണം സ്പെഷ്യൽ പായസം റെഡിയായി. തമ്പുരു ഓണം സ്പെഷ്യൽ പായസം അല്ലേ മോളെ? അതല്ലേ? കുടിച്ച് നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയൂട്ടോ, തമ്പുരു ആണോ? ഓക്കേ.